നമസ്കാരം. നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ 2 കപ്പലുകളുടെ കഥ പറഞ്ഞുകൊണ്ട് 162 ദിവസത്തെ സെയിലിംഗ് കമൻട്രി ആരംഭിക്കാം. 2 കപ്പലുകളിൽ ഒരെണ്ണം MSC എൽസ കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടി പോവുകയായിരുന്നു. രണ്ടാമത്തത് ഇന്റർ-ഏഷ്യ ഫോർവേഡ് JNPTയിൽ നിന്ന് കാട്ടുപള്ളിയിലോട്ട് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടി പോകുന്നത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത് 104 നോട്ടിക്കൽ മൈലാണ്. ഇന്റർ-ഏഷ്യ ഫോർവേഡ് ബാക്കിയുള്ളത് 817 നോട്ടിക്കൽ മൈലാണ്. ഇന്റർ-ഏഷ്യ ഫോർവേഡ് കൊളംബോ ചുറ്റിയാണ് കാട്ടുപള്ളി പോകുന്നത്. തൂത്തുക്കുടി പോകുന്നത് നമ്മുടെ മുമ്പിൽ കൂടി നേരെ തിരിഞ്ഞു പോകുമ്പോൾ 104 നോട്ടിക്കൽ മൈലേ ഉള്ളൂ. ഇപ്പം 104 നോട്ടിക്കൽ മൈൽ തൂത്തുക്കുടിയിലെത്തിയിട്ട് പിന്നെ നമ്മൾ ചെന്നൈയിലോട്ട് അല്ലെങ്കിൽ കാട്ടുപള്ളിയിലെത്താൻ എത്ര വേണം എന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 400, മൊത്തത്തിൽ 400, 104 കൂടെ ഒരു 280, 290 നോട്ടിക്കൽ മൈൽ കൂടി സഞ്ചരിച്ചാൽ ചെന്നൈയിലോ കാട്ടുപള്ളിയിലോ ഒക്കെ എത്താം. ഇവിടെ ഇന്റർ-ഏഷ്യ ഫോർവേഡ് 817 നോട്ടിക്കൽ മൈൽ ശ്രീലങ്ക ചുറ്റിയാണ് പോകുന്നത്. അപ്പോൾ ഇരട്ടി. അതുപോലെ 11-ാം തീയതി യാത്ര ചെയ്ത കപ്പൽ അവിടെ എത്തുന്നത് 14-ാം തീയതിയാണ്. 4 ദിവസം. അപ്പോൾ ഇത്രയും ചുറ്റൽ നമ്മുടെ ഈ നീതി ആയോഗ് വിഴിഞ്ഞം പദ്ധതിയെയും കേരളത്തെയും അവഗണിക്കുന്നതിനെതിരെ നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നത് കണ്ടു. ഇതൊന്നും നീതി ആയോഗിൻ്റെ റഡാറിൽ വരുന്നില്ലേ? ഇങ്ങനെ ശ്രീലങ്ക ചുറ്റി 817 നോട്ടിക്കൽ മൈൽ 4 ദിവസം, എത്ര ഫ്യൂവലാണ് കത്തുന്നത്, എത്ര പണമാണ്, എത്ര ദിവസമാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ടസ്റ്റ് റൂട്ടുള്ളത് വികസിപ്പിച്ചെടുക്കാൻ നീതി ആയോഗിൻ്റെ ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ, സാമ്പത്തിക വിദഗ്ധർ എന്തുകൊണ്ടാണ് നിർദ്ദേശം വയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് അത്തരം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാത്തത്? നമ്മുടെ മുമ്പിലൂടെയല്ലേ ഈ ചുറ്റൽ മുഴുവൻ കാണുന്നത്? അങ്ങനെ ഒരു പാത തിരഞ്ഞെടുത്തെങ്കിൽ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാമായിരുന്നു? പലതവണ സെയിലിംഗ് കമൻട്രിയിൽ പറഞ്ഞ വിഷയമാണ്. 2 കപ്പലുകൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണമെന്നും നീതി ആയോഗ് പോലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ നീതി കാണിക്കണമെന്നും സെയിലിംഗ് കമൻട്രി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു പാത വന്നു കഴിഞ്ഞാൽ ഈ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടാതെ തന്നെ ആ പാതയുണ്ടാക്കാം. വിശ്വാസമൊന്നും തകർക്കണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെടുന്നില്ല. വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒരു പാത രൂപപ്പെടുത്താൻ പറ്റിയാൽ ബംഗ്ലാദേശ്, ബർമ്മ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകൾ ഇതുവഴി വരികയും ഇന്ത്യക്ക് ഒരു പ്രധാന വരുമാന മാർഗമായി മാറുകയും ചെയ്യുന്നത് മാത്രമല്ല, ബഹിർഗമനം, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളൽ വലിയൊരു പരിധിവരെ കുറയ്ക്കാനും കഴിയും. വാസ്തവത്തിൽ ഇതൊക്കെയല്ലേ നീതി ആയോഗ് കണ്ടെത്തി പഠിപ്പിച്ച് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത്? അവിടെ നിശബ്ദമായി ഇരുന്നു കൊണ്ട് കേരളത്തെ അവഗണിക്കുന്ന, ഇന്ത്യയിലെ ഏക ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായ വിഴിഞ്ഞം പദ്ധതി അവഗണിക്കുന്ന നയമാണ് നീതി ആയോഗ് പുലർത്തുന്നതെങ്കിൽ ഇതിനൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചടി ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രിയുടെ വിശ്വാസം. നമ്മൾ ഇത്രയും നാളും കപ്പലിൽ മെത്തനോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോഴിതാ കപ്പലിൻ്റെ എൻജിൻ മാത്രമല്ല, കപ്പൽ പൂർണ്ണമായി തന്നെ മെത്തനോളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ധാരാളം എൻജിനുകൾ ഉണ്ട്. ഒരു കപ്പലെന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ എൻജിൻ എന്ന് പറയുന്നത് കപ്പലിനെ ചലിപ്പിക്കുന്ന എൻജിനാണ്. പക്ഷേ കപ്പലിനകത്തുള്ള മറ്റെല്ലാ ആവശ്യങ്ങളും, അതിൻ്റെ ലൈറ്റ്സ്, അതിൻ്റെ പ്രകാശം, അതിൻ്റെ എയർ കണ്ടീഷനിങ്, അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ, അതിൻ്റെ കിച്ചൺ, അതിൻ്റെ റൂംസ്, ഒരുപാട് യന്ത്രങ്ങളുടെ, എനിക്ക് കൃത്യമായ യന്ത്രങ്ങളുടെ പേര് ഓർമ്മയില്ല, 20,000-ഓളം യന്ത്രങ്ങൾ എന്ന് ഒരു ക്യാപ്റ്റൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു. എത്രത്തോളം ശരിയാണെന്നറിയില്ല. പലതരം മോട്ടറുകളുണ്ട് അവിടെ. ഇപ്പോൾ ഡീസലൈനേഷൻ പ്ലാന്റുകൾ പോലുമുള്ള കപ്പലുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം എൻജിനുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ മെയിൻ എൻജിനിൽ മാത്രമാണ് മെത്തനോൾ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ജനറേറ്റർ ഉൾപ്പെടെ മെത്തനോളിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നു. കമ്പൈനിങ് എ മെത്തനോൾ റെഡി ജെൻസെറ്റ് വിത്ത് എ മെത്തനോൾ റെഡി 2-stroke എൻജിൻ ബ്രിങ്സ് ക്ലീൻ പവർ ടു എവറി പാർട്ട് ഓഫ് വെസൽ. കപ്പൽ മുഴുവൻ ഡീസലും സൾഫർ ഓയിലും വേറെ ഒന്നും വേണ്ട, ഹൈസ്പീഡ് ഓയിലും ഒന്നുമില്ലാതെ ഒരു കപ്പലിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ പൂർണ്ണമായും ക്ലീൻ ഫ്യൂവൽ കൊണ്ട് ഒരു കപ്പലിനെ ചലിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നു. അതും ലോകത്തിൽ ആദ്യമായി. നമുക്ക് ഈ കപ്പലുകളും പോർട്ടുകളുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തത് കാരണം ഈ ലോകപ്രശസ്തമായ കപ്പൽ രംഗത്തെ ചാമ്പ്യൻ കമ്പനികളെക്കുറിച്ച് നമുക്ക് അധികം അറിവില്ല.
മാൻ, വാട്സില്ല എന്നൊക്കെ പറയുന്ന പേരുകളാണ് ആ രംഗത്ത് ഞാൻ അല്പം കേട്ടിട്ടുള്ളത്. അതിലെ മാൻ എന്ന് പറയുന്ന കമ്പനിയാണ്, ജർമ്മൻ കമ്പനിയുടേതാണ് ഈ കണ്ടെത്തലുകൾ. ദ മാൻ L2131DFM is the first small bore 4-stroke methanol engine in our portfolio and the first in the world at the 1980 kilowatt power range. നമ്മൾ പല ഓഫീസുകളിലും പല സ്ഥാപനങ്ങളിലും കടകളിലുമൊക്കെ ഈ ഡീസൽ എൻജിൻ പ്രവർത്തിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. കറണ്ട് പോകുമ്പോൾ അത് ഓണാക്കുന്നു, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്ന ഹോസ്പിറ്റലുകൾ, ഇവിടെയൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഡീസൽ എൻജിനുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയോ വർഷത്തെ ഡീസൽ എന്ന് പറയുന്നത് തന്നെ ഡീസൽ കണ്ടെത്തിയ ആ മഹാൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡീസൽ എൻജിന് പകരമായിട്ട് കപ്പലിനകത്തും മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് ഇവിടെ മാൻ എന്ന് പറയുന്ന കമ്പനി തെളിയിച്ചിരിക്കുകയെന്നു. ഇവിടെ വെടിഞ്ഞത്തെ കുറച്ച് നാൾ മുമ്പ് ഒരു സർവീസിനൊരു കപ്പൽ വന്നിരുന്നു. ആ കപ്പലിലും ഈ ജനറേറ്റർ കേടായതാണ് അവർ സർവീസ് ഇവിടെ നിന്ന് എടുക്കാൻ കാരണമായത്. ഇപ്പോൾ ജനറേറ്ററുകൾ ഒരെണ്ണമല്ല, ധാരാളമുണ്ട് ഓരോ കപ്പലിനകത്തും. ജനറേറ്ററുകൾ മെത്തനോളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നും ലോകത്തിലാദ്യമായി ദ ഫസ്റ്റ് ഇൻ ദ വേൾഡ് അറ്റ് ദി 1980 കിലോവാട്ട് പവർ റേഞ്ചിൽ പറ്റുന്ന ആദ്യത്തെ എൻജിൻ ജനറേറ്റർ മാൻ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ചു കഴിഞ്ഞു. ഇതൊക്കെ സംഭവിച്ചത് ഒരു ചോദ്യത്തിൽ നിന്നാണ്, ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഇറ്റ് ബിഗാൻ 3 years ago with a question: can we make shipboard power low emission too? നമുക്ക് കപ്പലിൻ്റെ മറ്റ് വൈദ്യുതി ആവശ്യങ്ങളും ഈ ക്ലീൻ ഫ്യൂവലിൽ നിന്ന് ആക്കാൻ പറ്റുമോ? ഇറ്റ് ബിഗാൻ 3 years ago with a question: can we make shipboard power? ഷിപ്ബോർഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഷിപ്പിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന ലൈറ്റൊക്കെ പ്രകാശിക്കുന്ന സ്ഥലങ്ങൾ. ഷിപ്ബോർഡ് പവർ ലോ എമിഷൻ ടു, അതുകൂടി നമുക്ക് ലോ എമിഷനിൽ പറ്റുമോ? Now in Frederikshavn, Denmark, full-scale trials are already being completed with a test methanol genset converted from a conventional MAN L2131 engine, a perfect match for vessels with a methanol-fueled main engine. നമ്മുടെ എയിൻ മേസ്ക് പോലെ, ലാറ മേസ്ക് പോലെ പൂർണ്ണമായും മെത്തനോളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് അതുപോലെ തന്നെ പൂർണ്ണമായും മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വൈദ്യുത ആവശ്യങ്ങൾക്കുള്ള പവർ കണ്ടെത്താൻ കഴിയും. 3 കൊല്ലം മുമ്പുള്ള ഒരു ചോദ്യത്തിന് അവർ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. 3 കൊല്ലവും 10 കൊല്ലവും ഒക്കെ ഓരോരുത്തർ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടാണ് ഇത്തരം കണ്ടെത്തലുകൾ നടത്തുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും ഗവേഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഞാൻ ഒരു പ്രേക്ഷകൻ അയച്ചു തന്ന ഒരു കത്ത്, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കത്താണ് നമ്മുടെ ഇവിടുത്തെ ഗവേഷണങ്ങളെക്കുറിച്ച്. ഞാനത് വായിക്കുന്നില്ല, ആരെയും തളർത്താനല്ല, പക്ഷേ ഒരു ആത്മപരിശോധനയ്ക്ക് ആ കത്ത് ഉപകരിക്കും. 3 വർഷം മാത്രമല്ല, 10 വർഷത്തെ അധ്വാനമുണ്ട് ഇതിനകത്ത്. 10 വർഷത്തെ, ഒരു പതിറ്റാണ്ടിൻ്റെ. ഇൻഫാക്ട് we have been working with methanol powered main engines for nearly a decade now. 2014 തുടങ്ങിയതാണ്. നമ്മുടെ ഇവിടെ അറിയാമല്ലോ 2014 പ്രത്യേകത. 2014 ലോകം തുടങ്ങിയ ഒരു അന്വേഷണം 2023 2024 ഫലം കണ്ടത്. അതാണ് ഡെഡിക്കേഷൻ, അതാണ് പൂർണ്ണ സമർപ്പണം. അങ്ങനെയാണ് രാജ്യങ്ങൾ വളരുന്നത്, അങ്ങനെയാണ് സാങ്കേതിക വിദ്യകൾ രൂപം കൊള്ളുന്നത്. നമ്മളതൊക്കെ വളരെ ലാഘവത്തോടെ എടുത്ത് ഉപയോഗിക്കും, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സമർപ്പണം നമ്മൾ തിരിച്ചറിയാറില്ല. എത്രയോ പേരുടെ അധ്വാനം, എത്രയോ പേരുടെ വിയർപ്പ്, എത്രയോ പേരുടെ ഉറക്കമില്ലായ്മയിൽ നിന്നാണ് ഓരോ പുതിയ കണ്ടെത്തലുകൾ പിറവിയെടുക്കുന്നത്. ഇവിടെ ഇൻഫാക്ട് വി ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് മെത്തനോൾ പവേർഡ് മെയിൻ എൻജിൻസ് ഫോർ നിയർലി എ ഡെക്കേഡ് നൗ ആൻഡ് വി ഹാവ് ഡ്രോൺ ഓൺ ദിസ് എക്സ്പീരിയൻസ് ആൻഡ് അപ്ലൈഡ് ഇയേഴ്സ് ഓഫ് നോളജ് ടു ദി മെത്തനോൾ ജെൻസെറ്റ്സ്. മെത്തനോൾ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് മെയിൻ എൻജിൻ ഓടിക്കുവാനുള്ള ഗവേഷണത്തിൽ നിന്ന് നേടിയ അറിവിൽ നിന്നാണ് ഇപ്പോൾ അതിൻ്റെ ജനറേറ്ററുടെ പിറവിയിലേക്ക് നയിച്ചിരിക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ വലിയ ബഹുമാനം തോന്നണം, ആദരവ് തോന്നണം ഈ ശാസ്ത്ര സമൂഹത്തോട്, ലോകം മുഴുവനുമുള്ള ശാസ്ത്രജ്ഞരോട്, എൻജിനീയർമാരോട്.
അവരുടെ കഷ്ടപ്പാടുകളാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. എത്രയോ പേരുടെ ഉറക്കമില്ലായ്മയിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുവാൻ കഴിയുന്നത്. ദയവ് ചെയ്ത് എന്നെ ശ്രവിക്കുന്ന മലയാളികൾ, ഇന്ത്യക്കാർ ഇത്തരം ആത്മസമർപ്പണം നടത്തി ഇന്ത്യ മഹാരാജ്യത്തെയും മുന്നോട്ട് നയിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.